എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെമിനാർ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ രാജ്യം ഇന്ന് മോഡി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായ മതനിരപേക്ഷത തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി വളരെ സുപ്രധാനമായ ഈ വിഷയം, മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ അധികരിച്ച് സെമിനാർ സംഘടിപ്പിക്കണം എന്ന് സംഘാടക സമിതി തീരുമാനിച്ചത്. നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പ്രകാശ് കാരാട്ടാണ്. സഖാവ് പ്രകാശ് കാരാട്ട് ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് പ്രകാശ് കാരാട്ടിനെ ഈ സെമിനാർ വേദിയിലേക്ക് സംഘാടക സമിതിക്ക് വേണ്ടി വിപ്ലവകരമായി അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ CPIയുടെ ജനറൽ സെക്രട്ടറി സഖാവ് D രാജ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ തിരക്കിനിടയിലും പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ, പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായ സെമിനാറിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് CPIയുടെ ജനറൽ സെക്രട്ടറി സഖാവ് D രാജയെ വിപ്ലവാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സംഘാടക സമിതിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. ഈ സെമിനാറിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും MLAയും ആയിട്ടുള്ള ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ അവറുകൾ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവറുകളെ ഈ സെമിനാർ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സെമിനാറിന് അധ്യക്ഷത വഹിക്കുന്നത് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് EP ജയരാജേട്ടനാണ്. സഖാവ് EPയെ വിപ്ലവാദരങ്ങളോടെ സംഘാടക സമിതിക്ക് വേണ്ടി ഈ സെമിനാർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൽ വെച്ച് 3 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നുണ്ട്. അത് ഒന്ന്, കോടിയേരി എന്ന രാഷ്ട്രീയ മനുഷ്യൻ എന്ന പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നു. ആ പുസ്തകം തയ്യാറാക്കിയത് ഡോക്ടർ PS ശ്രീകലയാണ്. സഖാവ് കോടിയേരി അല്പസമയത്തിനകം ഈ വേദിയിലേക്ക് കടന്നു വരും എന്നാണ് കരുതുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സംഘാടക സമിതിയുടെ ജനറൽ സെക്രട്ടറിയുമായ ആദരണീയനായ സഖാവ് കോടിയേരിയെ വിപ്ലവാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൽ കാട് കയറുന്ന മാവോവാദം എന്ന MV ഗോവിന്ദൻ മാസ്റ്റർ, ബഹുമാനായ നമ്മുടെ മന്ത്രിയും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ രചിച്ച പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ഗായത്രി ബാബു, അലിൻഡ മേരി ജോൺ എന്നിവർ ചേർന്നിട്ടാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് പ്രൊഫസർ PP അജയകുമാറാണ്. ഗോവിന്ദൻ മാസ്റ്ററെ വിപ്ലവാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിഭാഷ നിർവഹിച്ചിട്ടുള്ള, അതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ള മറ്റ് ബഹുമാന്യരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു പുസ്തകം ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നത് ആശയ സമരങ്ങളുടെ ലോകം എന്ന പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് SFIയുടെ കേന്ദ്ര സെക്രട്ടറി അംഗമായിട്ടുള്ള നമ്മുടെ ജില്ലക്കാരൻ കൂടിയായ സഖാവ് നിതീഷ് നാരായണനാണ്. നിതീഷ് നാരായണനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ കണ്ണൂരിനെ ചോപ്പിച്ചവർ എന്നൊരു പുസ്തകം, അതിൻ്റെ എഡിറ്റർ ശ്രീ മുകുന്ദൻ മഠത്തിലാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ നേതാവ് സഖാവ് EP ജയരാജേട്ടനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംഘാടക സമിതിയുടെ ട്രഷറുമായിട്ടുള്ള സഖാവ് MV ജയരാജേട്ടൻ നമ്മുടെ വേദിയിലുണ്ട്. പ്രിയങ്കരനായ സഖാവ് MV ജയരാജേട്ടനെ വിപ്ലവാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ ഈ ചടങ്ങിൽ വെച്ച് നമ്മുടെ മുഖ്യധാരയുടെ പുതിയ പതിപ്പ് ഏപ്രിൽ അക്കം ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യുന്നുണ്ട്. ആ കാര്യം കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ K അജയകുമാർ, കോടിയേരി എന്ന രാഷ്ട്രീയ മനുഷ്യൻ എന്ന പുസ്തകം, PS ശ്രീകല
തയ്യാറാക്കിയിട്ടുള്ള പുസ്തകം ഇവിടെ ഏറ്റുവാങ്ങുന്നത് SN കോളേജിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനായ ഡോക്ടർ K അജയ്കുമാറാണ്. അതുപോലെ തന്നെ കാട് കയറുന്ന മാവോവാദം എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ, ആ പുസ്തകം ഇവിടെ ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ TV രാമകൃഷ്ണൻ, അസോസിയേറ്റ് പ്രൊഫസർ, കണ്ണൂർ സർവകലാശാല. അതുപോലെ തന്നെ ആശയ സമഗ്രയുടെ ലോകം നിതീഷ് നാരായൺ എഴുതിയ പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രൊഫസർ A നിശാന്ത് എന്നിവരാണ്. അവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രൗഢഗംഭീരമായ ഈ സെമിനാറിൽ അധ്യക്ഷ ഭാഷണം നടത്താൻ പ്രിയങ്കരനായ സഖാവ് EP ജയരാജേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയരായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും PB അംഗവുമായിട്ടുള്ള സഖാവ് പ്രകാശ് കാരാട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി സഖാവ് D രാജ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, ഇത് ഒരപൂർവമായ വേദിയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രണ്ട് സമുന്നതരായ നേതാക്കൾ ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗൗരവമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രഭാഷണങ്ങൾ, നിരീക്ഷണങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ 23ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സെമിനാറിൽ ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അധ്യക്ഷൻ്റെ പ്രസംഗം പിന്നീടാകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള പുസ്തക പ്രകാശനമാണ്. ആ പുസ്തക പ്രകാശനം സംബന്ധിച്ച് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും ഇവിടെ പാർട്ടി കോൺഗ്രസിൻ്റെ സംഘാടകത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സഖാവ് MV ജയരാജൻ ഈ പുസ്തകങ്ങളെ സംബന്ധിച്ചും പ്രകാശനം സംബന്ധിച്ചും ആദ്യമായി സംസാരിക്കും. അതിനുവേണ്ടി സഖാവിനെ ക്ഷണിക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, CPIM 23ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് ഒരു അന്താരാഷ്ട്ര പുസ്തകോത്സവമാണ് സംഘടിപ്പിച്ചത്. അതിൽ ചിന്തിയടക്കമുള്ള വിവിധ പ്രസാധക സംഘങ്ങളുടെ 18 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. ഇതിനകം നിരവധി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത് കഴിഞ്ഞു. ഇന്നിവിടെ മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന സെമിനാറിൽ തികച്ചും പ്രസക്തമായ ചില പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗവും മറ്റ് വിശിഷ്ടാതിഥികളുടെ പ്രസംഗവും നടക്കുന്നതിന് മുമ്പ് ആ പ്രകാശന ചടങ്ങ് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നവർ സമൂഹത്തിലെ ബഹുമാന്യരായ പല രംഗങ്ങളിലും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. അവർ മറ്റൊരു കാര്യം കൂടി, ചിന്ത പബ്ലിഷേഴ്സിൻ്റെ ഈ അന്താരാഷ്ട്ര പുസ്തക
പുസ്തകോത്സവ പരിപാടിയിലെ പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നതിൻ്റെ കൂടി ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച, നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ, ലൈബ്രറി വ്യാപന മിഷൻ്റെ നേതൃത്വത്തിൽ ലൈബ്രറികളില്ലാത്ത മലയോര മേഖലയിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് 100 പുതിയ ലൈബ്രറികൾ ആരംഭിക്കണമെന്നാണ് ലക്ഷ്യമിട്ടതെങ്കിലും ബഹുജന പിന്തുണയോടുകൂടി അത് 114 ലൈബ്രറികളായി ആരംഭിക്കാൻ കഴിഞ്ഞ ആവേശകരമായ ഒരനുഭവമാണുള്ളത്. ആ ലൈബ്രറികളിലേക്ക്, ലൈബ്രറി കേവലം റീഡിംഗ് റൂം മാത്രമല്ല, ഗ്രന്ഥാലയം കൂടി ചേരുന്നതാണ്. ഇവിടെ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്ന ബഹുമാന്യരായ ഡോക്ടർ കെ അജയകുമാർ, എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ, ഡോക്ടർ ടി വി രാമകൃഷ്ണൻ യൂണിവേഴ്സിറ്റി സെൻറ്ററിലെ അധ്യാപകനാണ്, എ നിശാന്ത് പയ്യന്നൂർ കോളേജിൽ അധ്യാപകനാണ്, പി കെ പ്രിയ യൂണിവേഴ്സിറ്റിയിലെ യൂണിയൻ നേതാവാണ്, രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖധാര എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ഏപ്രിൽ ലക്കം ഏറ്റുവാങ്ങുന്നുണ്ട്. ഇങ്ങനെയൊരു ചടങ്ങ് കൂടി ഇവിടെ നടക്കുന്നു എന്നതാണ് ഇതിൻ്റെ സവിശേഷത. ഇവരെല്ലാം ലൈബ്രറി വ്യാപന മിഷനിലേക്ക് 5000 രൂപ നൽകിയാൽ, ഇപ്പോൾ പബ്ലിഷേഴ്സ് നൽകുന്ന റിബേറ്റ് കൂടി ചേർന്നാൽ കുറച്ചധികം പുസ്തകം കിട്ടും. ആ പുസ്തകങ്ങൾ അവർ ലൈബ്രറി വ്യാപന മിഷനെ ഏൽപ്പിക്കുകയും അതുവഴി നമ്മുടെ മലയോര മേഖലയിലെ ഗ്രന്ഥാലയങ്ങളിൽ അത് എത്തിക്കുകയും ചെയ്യും. കഥയുടെ കുലപതിയായ ടി പത്മനാഭൻ തുടങ്ങി പലരും ഇതിനകം പുസ്തകങ്ങൾ സമാഹരിച്ച് സംഭാവന നൽകിയിട്ടുണ്ട്. അത് ലൈബ്രറികൾക്ക് പ്രയോജനകരമാകും എന്നതുകൊണ്ടാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നവർ ആ ചുമതല കൂടി നിർവഹിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി പ്രകാശനം ചെയ്യുന്ന പുസ്തകം കോടിയേരി എന്ന രാഷ്ട്രീയ മനുഷ്യൻ ഡോക്ടർ പി എസ് ശ്രീകല രചിച്ച പുസ്തകവുമാണ്. ഡോക്ടർ പി എസ് ശ്രീകല നേരത്തെ സാക്ഷരത മിഷൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ പ്രശസ്തമായ രീതിയിൽ സേവനം അനുഷ്ഠിച്ചയാളാണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപികയായിരുന്നു. അവർ രചിച്ച കോടിയേരിയെ പറ്റിയുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജയകുമാറാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് സഖാവ് പ്രകാശ് കാരാട്ടിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് ഡോക്ടർ കെ അജയകുമാറിനെയും ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. രണ്ടാമത്തെ പുസ്തകം MV ഗോവിന്ദൻ മാസ്റ്റർ രചിച്ചതാണ്. കാട് കയറുന്ന മാവോവാദം എന്നതാണ് പുസ്തകം. കാട് കയറ്റേണ്ട ഒന്നാണ്. അത് ഇംഗ്ലീഷ് പരിഭാഷ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ മാവോയിസം ഇൻ വൈൽഡർനെസ് എന്ന പേരിലുള്ള പുസ്തകം. അത് പരിഭാഷപ്പെടുത്തിയ കൂട്ടരുടെ 2 പേരിൽ ഒരാൾ നമ്മുടെ ശ്രീകലയുടെ മകളും അടുത്തതായി വിവാഹം കഴിക്കാൻ പോകുന്ന ആളുമാണ്. അപ്പോൾ അതൊരു സന്തോഷകരമായ കാര്യമാണ്. മറ്റൊരു പരിഭാഷക അലിൻഡ മേരി ജോൺ, 2 പരിഭാഷകർ ചേർന്നുള്ള ഒരു പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. അവരും ഇങ്ങോട്ട് വരണം. അത് ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ടി വി രാമകൃഷ്ണൻ. ഒരാളപ്പുറത്തൊന്നും
ശരി. അടുത്തതായി SFIയുടെ നേതാവ് നിതീഷ് നാരായൺ രചിച്ച ആശയ സമരങ്ങളുടെ ലോകം എന്ന പുസ്തകമാണ്. അത് പ്രകാശനം ചെയ്യുന്നതിനു വേണ്ടി സഖാവ് പ്രകാശ് കാരാട്ടിനെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നത് A. നിശാന്താണ്. ഏറ്റുവാങ്ങുന്നത് നിശാന്ത്. അടുത്തത് മുഖ്യധാര ഏപ്രിലക്കം. അതൊരു പ്രത്യേക പതിപ്പാണ്. ഹിജാബിനെ കുറിച്ചാണ്. ഹിജാബിനെ കുറിച്ച് സമരം നടത്തിയ ആൾ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നമ്മളെ മഹിളാ നേതാവ് ആനി രാജ, അവരടക്കമുള്ള മഹിളാ നേതാക്കൾ ഈ ഹിജാബ് വസ്ത്രധാരണം നിഷേധിക്കുന്ന സമയത്ത് സമരരംഗത്തായിരുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള വസ്ത്രം, ഇതൊന്നും മനുഷ്യൻ അനുവദിക്കൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതൊരു പ്രത്യേക ലക്കമായി മുഖ്യധാര പ്രസിദ്ധീകരിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ കണ്ണൂർ MLA കൂടിയായ മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. അതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് സഖാവ് പ്രകാശ് കാരാട്ട്. അടുത്ത ഒരു പുസ്തകം സഖാവ് മൂന്നമ്മടത്തിൽ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ കണ്ണൂർ ജില്ലയിലെ വിവിധ പോരാളികളുടെ ജീവിതകഥയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പുസ്തകമാണ്. കണ്ണൂരിനെ ചുവപ്പിച്ചവർ എന്നതാണ് ആ പുസ്തകം. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സഖാവ് EP ജയരാജനാണ്. അത് ഏറ്റുവാങ്ങുന്നത് PK പ്രിയ, യൂണിവേഴ്സിറ്റി യൂണിയൻ നേതാവ്. ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെമിനാർ പല സവിശേഷതകളുമുള്ളതാണ്. നമ്മുടെ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത വെല്ലുവിളി, ഇന്ത്യ ഒരു മതനിരപേക്ഷത രാഷ്ട്രമാണ്. ആ മതനിരപേക്ഷത, അതാണ് ഇന്ത്യൻ സംസ്കാരം. ഇന്ത്യയുടെ പ്രത്യേകതകളാണത്. വിശാലമായ ഒരു രാഷ്ട്രം, എത്രയോ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ, ജനസംഖ്യയിൽ ലോകത്തിലെ രണ്ടാമത്തെ രാഷ്ട്രം. ഇവിടെയാകട്ടെ എത്രയോ മതങ്ങളും ജാതികളും ഉപജാതികളും ഉപോപജാതികളും ഭാഷയും നിറഞ്ഞു നിൽക്കുന്നു. ഇന്ത്യ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ഒരു രാഷ്ട്രമാണ്. ആ ജനതയെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന സംസ്കാരമാണ് മതനിരപേക്ഷത. ആ മതനിരപേക്ഷത തകർന്നാൽ ഇന്ത്യ ഉണ്ടാകില്ല. ആ മതനിരപേക്ഷത നേരിടുന്ന കടുത്ത വെല്ലുവിളി, ആ വെല്ലുവിളിക്കെതിരെ ജനങ്ങൾ ജാഗ്രതയോടുകൂടി ഉയർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണിത്. ഇന്ത്യയിൽ സംഘപരിവാർ, RSS സംഘപരിവാർ BJP അധികാരം പിടിച്ചതോടുകൂടി ഇന്ത്യയുടെ മതനിരപേക്ഷത കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ്. അതുകൊണ്ട് വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ജനവിഭാഗങ്ങളെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ചിന്തിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം നിലനിർത്താൻ ഇന്ത്യൻ ജനത കടുത്ത പോരാട്ടത്തിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തകർക്കാൻ ഉപയോഗിച്ച വ്യത്യസ്തങ്ങളായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഈ നാടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശക്തിയും കരുത്തും പകരാൻ ഈ പ്രഭാഷണങ്ങളും
ഇതിൻ്റെ സന്ദേശങ്ങളും ഉപകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ പടയാളി പോരാളി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അഭിമാനമായിട്ടുള്ള സഖാവ് പ്രകാശ് കാരാട്ട്, ആദരണീയനായ സഖാവ് പ്രകാശ് കാരാട്ടിനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അഭിമാനപുരസരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് പരിഭാഷപ്പെടുത്തുന്നത് സഖാവ് എം പ്രകാശം മാഷാണ്. മാഷ് The president of this seminar, Comrade E.P. Jayarajan, fellow panelists on the seminar, Comrade D. Raja, General Secretary of the CPI, Shri Karnapalli Ramachandran, Comrade M.V. Govindan Master, and comrades and friends. It gives me great pleasure to be here today in this seminar on challenges to secularism, which is being held in connection with the 23rd Congress of the Communist Party of India Marxist. At the outset, I must say that I am disappointed to see the absence of one of the panelists who had been announced for the seminar, that is Dr. Shashi Tharoor. I have seen the statement issued by Dr. Shashi Tharoor regarding this matter. He has said that he felt this is an important subject in a national seminar being organized in connection with the All India Congress of a national party, the Communist Party of India Marxist. And he felt that it was necessary for him to participate in this seminar because he said on the question of secularism, his party shares the same views as the CPI. But he also said that his party leadership in Kerala and the AICC leadership have asked him not to attend the seminar, and therefore he is not able to come here to Kannur. Now, this is one of the problems which we have to discuss. On the one hand, everyone who is secular-minded, everyone who is democratic-minded in our country, say it is of the utmost importance that all the secular and democratic forces unite to defend secularism, to defend democracy and defend federalism in our country, which is under severe attack. But here is a national party, the Indian National Congress, which prohibits its own leaders from attending a seminar on which such an important issue is being discussed and debated. Why they have done so is not for me to explain. It is for them to explain.
But as far as the people of Kerala are concerned, I'm sure this stand of the Congress leadership is going to further damage their credibility and image among the people. Because irrespective of what differences we have in Kerala, the Congress party may have so many issues of differences with the CPIM and the LDF government here. But on the question of secularism, such a basic principle in our constitution, when that is under attack, where is the question of having a difference? So, I would like to further proceed on this subject only after making this observation. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സർ വി പി ജയരാജൻ, വേദിയിൽ എൻ്റെ സഹപ്രാസംഗികരായി പങ്കെടുക്കുന്ന CPI നേതാവ് ഡി രാജ, കടന്നപ്പള്ളി, മറ്റ് സഖ എം വി ഗോവിന്ദ മാസ്റ്റർ, സഖാക്കളെ, സുഹൃത്തുക്കളെ, പാർട്ടിയുടെ 23-ാം കോൺഗ്രസിൻ്റെ ഭാഗമായി മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയം സംബന്ധിച്ചുള്ള ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ്. എന്നാൽ വിഷയത്തിൻ്റെ വിശദാംശങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് വളരെ ഗൗരവമുള്ള ഒരു കാര്യം ഇവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടുന്ന ഒരു പ്രതിനിധി ഡോക്ടർ ശശി തരൂർ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം തികച്ചും ഖേദകരമാണ്. ഈ വിഷയം സംബന്ധിച്ച് ശശി തരൂർ രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഒരു ദേശീയ സെമിനാർ ഒരു ദേശീയ പാർട്ടി CPM നടത്തുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിൽ പങ്കെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായാണ് ഞാൻ പരിഗണിക്കുന്നത്. കാരണം മതനിരപേക്ഷതയുടെ വിഷയത്തിൽ എൻ്റെ പാർട്ടിയും CPM-ഉം തമ്മിൽ ഏതെങ്കിലും നിലക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പക്ഷേ കേരളത്തിലെ പാർട്ടി നേതൃത്വവും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുമെല്ലാം ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. ഈ വിഷയം വളരെ ഗൗരവത്തോടെ നാം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഏതെങ്കിലും നിലക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രാജ്യത്തുള്ള മതനിരപേക്ഷ പാർട്ടികൾ തമ്മിലില്ല. ജനാധിപത്യ വിശ്വാസികൾക്കും അത്തരം നിലപാട് തന്നെയാണ്. എന്നാൽ ഈ നിലപാട് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടി, മതനിരപേക്ഷതയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സംസാരത്തിൽ പങ്കെടുക്കുന്നതിന് ഒരു ദേശീയ പാർട്ടി അതിൻ്റെ നേതാക്കളെ നിരോധിക്കുന്നു എന്നുള്ള വിഷയം വളരെ ഗൗരവത്തോടെ നാം ചർച്ച ചെയ്യേണ്ടുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നത് എന്നുള്ളത് പറയേണ്ടത് ഞാനല്ല. പക്ഷേ ഇത് കോൺഗ്രസിൻ്റെ വിശ്വാസ്യതയെ കൂടുതൽ തകർക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം തമ്മിൽ കോൺഗ്രസ്സിന് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാം. പക്ഷേ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഈ മൗലികമായ വിഷയത്തിൽ യാതൊരു നിലയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതല്ല. എന്താണ് ഇവിടെ ഈ ഇത്തരം ഒരു നിലപാടിന് സാങ്കത്യമുള്ളത്? തീർച്ചയായും ഇത് വളരെ ഗൗരവത്തോടെ നാം ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I would like to just make some points which I think are relevant regarding the serious danger and threat to secularism in our country today. For us, secularism is something which has developed as a value to cherish from the time of our freedom struggle, because it is in the fight for independence that we emerged as Indians, irrespective of religion,
caste, language, or region. And it is the national struggle for freedom which brought together the diverse peoples and bound them together as Indians. And that is what found reflection in the Indian Constitution, which was, as you know, adopted in 1950. And there are articles of the Constitution which state clearly that the state has no religion, the state does not prefer any particular religion, and the state-run or state-funded educational institutions cannot have any religious instruction. And all citizens are equal, are treated equally by law, irrespective of the religion or caste or gender they belong to. So this is the fundamental premise of secularism. Though it is a fact that after independence and the Constitution being adopted, subsequently over the years, this principle of secularism has been distorted, has been misused by successive governments at the center. But the basic fundamental principle of secularism finds its place in our Constitution. ഈ വിഷയം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മതനിരപേക്ഷത ഒരു ദിവസം ഉയർന്നു വന്നിട്ടുള്ള ഒരു ആശയമല്ല. മതനിരപേക്ഷത നേരിടുന്ന ചില വെല്ലുവിളികൾ വളരെ ഗൗരവത്തോടെ നാം പരിശോധിക്കേണ്ടതുണ്ട്. മതനിരപേക്ഷതയുടെ സങ്കല്പം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒന്നാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ജാതി, മത, ലിംഗ ചിന്താഗതികളെല്ലാം ഉള്ളൊരു നാട്ടിൽ മതം, ജാതി, ഭാഷ, പ്രദേശം ഇതിനെല്ലാം അതീതമായി ഉയർന്നു വന്നിട്ടുള്ള ഒരു സങ്കല്പനമാണ് മതനിരപേക്ഷത. അത് രാജ്യത്തുള്ള ജനങ്ങളെ ആകെ ഒരു ചങ്ങലയിലെ കണ്ണികളെ പോലെ കോർത്തിണക്കുന്ന ഒരു വികാരമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1950 നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർന്ന സമയത്ത് മതനിരപേക്ഷതയുടെ ആശയം നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആശയമായി ഉയർന്നു വന്നത്. നമ്മുടെ ഭരണഘടന പറയുന്നത് ഭരണകൂടത്തിന് പ്രത്യേകമായ മതമില്ല, പ്രത്യേകമായ മതത്തോട് മമതയില്ല. രാജ്യത്തിൻ്റെ സമ്പത്ത് മതാടിസ്ഥാനത്തിലല്ല വീതിക്കപ്പെടുന്നത്. മതം, ജാതി, ലിംഗം ഈ പരിഗണനയൊന്നുമില്ലാതെ എല്ലാ ഇന്ത്യക്കാരും പൗരന്മാരാണ്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള സ്ഥാനമാണ്. നിരവധി വർഷങ്ങളിലെ നിരന്തരമായ ശ്രമങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെയാണ് മതനിരപേക്ഷതയുടെ ഈ ആശയം ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നത്. നിർഭാഗ്യവശാൽ പിന്നീട് രാജ്യത്ത് അധികാരത്തിൽ വന്നിരിക്കുന്ന ഗവൺമെൻറ്റുകൾ മതനിരപേക്ഷതയുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന ആശയങ്ങളെ വികലമാക്കി എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന വസ്തുത. Now we have in the central government a party, the Bharatiya Janata Party, which is run and controlled by the RSS, the Rashtriya Swayamsevak Sangh, which is an anti-secular party or an anti-secular force, because the BJP believes in Hindutva, which is the shorthand for establishing a Hindu Rashtra in the country, which is the ultimate aim of the RSS. So with such a party in power and with the RSS controlling this party and the levers of power, we are seeing a process of desecularization of the Indian state and a process of installing majoritarianism, that is the majoritarian religion, as the dominant ideology of the state. This is the fundamental challenge or threat to what is the secular principle in our Indian state and constitution. രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്, BJPയുടെ ഗവൺമെൻറ് RSSനാൽ നയിക്കപ്പെടുന്ന
ഒരു ഗവൺമെൻറ്റാണ്. മതനിരപേക്ഷതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. അവർ ഈ രാജ്യത്ത് ഹൈന്ദവ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി വളരെ വ്യക്തമായ നിലക്കുള്ള ലക്ഷ്യം പരസ്യമായി പ്രഖ്യാപിച്ചവരാണ്. മതനിരപേക്ഷതയ്ക്ക് ബദലായി ഭൂരിപക്ഷ മതവികാരത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് RSS നിലകൊള്ളുന്നത്. ഗവൺമെൻറ്റിൻ്റെ മേഖലയിലും ആശയരംഗത്തുമെല്ലാം ഈ ഭൂരിപക്ഷ മതവിശ്വാസത്തെ ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഭൂരിപക്ഷ വികാരത്തെ രാജ്യത്തിൻ്റെ പൊതുവികാരമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ, ഇതാണ് ഇന്ന് രാജ്യത്ത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് ഗൗരവമായ വിപത്താണ്. There are two ways in which the RSS and the BJP have embarked on this project of desecularizing the Indian state and society. The first is that they are utilizing their state power to bring in laws, legislations which are anti-secular, which go against the very principle of secularism. Now in our country, in the BJP-ruled states, we have seen a succession of laws and legislations which are giving primacy to the Hindutva ideology and understanding, which are anti-minority, which delegitimizes the minority citizens and denies them the rights given in the Constitution of being equal citizens. You can see how that is working in your neighboring state of Karnataka, where a series of laws are being passed. Already some have been passed, some more are going to be passed. The anti-conversion law, which is called the Freedom of Religion Act. Under the freedom of religion, the rights of the minorities are denied. Interfaith marriage gets criminalized. And the right to propagate one's religion, which is a constitutional right, that is denied to the minorities, whether they are Muslim or Christian. The same Karnataka has now, as you know, passed rules and regulations which outlaw the use of hijab by girl students in educational institutions. The same Karnataka government has passed laws which have denied the minorities the right to eat the type of food they want to eat through the ban on cattle slaughter, meat trade, etc. This has not happened only in Karnataka. This has happened in Uttar Pradesh, in Madhya Pradesh, in Uttarakhand, in Gujarat, of course, where it all started. So, in nearly half the states of India, already there are laws passed through the legislature where equal rights for citizens has been undermined. And the minorities are being treated as second-class citizens. And this is done by law. So this is one process which is being undertaken by using state power. We saw how the central government passed the Citizenship Amendment Act, which makes, for the first time, introduces a religious criteria for citizenship. So this process of utilizing the state institutions, the legislatures, the administration, to push through laws which privilege the majority community's religion and
delegitimizes or criminalizes the minority communities' religious and cultural ways of lives. This process has begun and is proceeding apace. രണ്ട് വഴികളിലൂടെയാണ് RSS BJP വിഭാഗം തങ്ങളുടെ ഈ പദ്ധതി നടപ്പാക്കുന്നത്. മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന്, തങ്ങളുടെ ഭരണ സംവിധാനത്തെ, ഭരണത്തിലെ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് മതനിരപേക്ഷ വിരുദ്ധമായ നിയമങ്ങൾ രാജ്യത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റുകളും BJP നയിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റുകളും കൊണ്ടുവരികയാണ്. BJP ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നു വരികയാണ്. ഹിന്ദുത്വ ആശയത്തിൽ ഊന്നിയിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധങ്ങളായ നിയമങ്ങളാണ് ഇത്തരം പ്രദേശങ്ങളിലെല്ലാം തന്നെ നടപ്പാക്കപ്പെടുന്നത്. ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് ഭരണഘടന നൽകുന്ന തുല്യ പൗരത്വ അധികാരം, ഈ അധികാരത്തെ വെല്ലുവിളിക്കുന്ന നിയമങ്ങളാണ് ഈ നിയമങ്ങൾ എന്നുള്ളതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകത്തിൽ നിരവധി നിയമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് എന്ന പേരിൽ യഥാർത്ഥത്തിൽ മതം മാറ്റ നിരോധനത്തിനുള്ള നിയമമാണ് ആ സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ട് മതത്തിൽപ്പെട്ട ആളുകളുടെ കല്യാണം അത് നിരോധിക്കുന്ന ഒരു നില ഉണ്ടാവുകയാണ്. മതം പ്രചരിപ്പിക്കാനുള്ള അധികാരം മൗലികമാണ്. ഏത് മതക്കാർക്ക് സ്വന്തം മതത്തിൻ്റെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കാം. എന്നാൽ ന്യൂനപക്ഷ മതങ്ങൾക്ക്, അത് ഇസ്ലാം മതം, ക്രിസ്തു മതം തുടങ്ങിയ മതങ്ങൾക്ക് തങ്ങളുടെ മത സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കർണാടകത്തിൽ സമീപകാലത്ത് വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കോളേജുകൾ പഠിക്കുന്ന അവിടെയുള്ള വനിതകളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന നിയമനിർമ്മാണം വന്നു. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ്. ഇവിടെ മാംസാഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന നിയമങ്ങൾ അതാണ് ആ സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കേവലം കർണാടകത്തിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ പകുതി സംസ്ഥാനങ്ങളിൽ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ന്യൂനപക്ഷ ജനങ്ങൾക്കടക്കം തുല്യ പൗരത്വം എന്നുള്ള അവകാശത്തെ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്ന ഒന്നാണ്. ഇത് തീർച്ചയായും ന്യൂനപക്ഷങ്ങളെ രണ്ടാന്തര പൗരന്മാരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നിയമമാണ്. കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം നിങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പൗരത്വം എന്ന് പറയുന്നത് രാജ്യത്തിലുള്ള ജനങ്ങളുടെ ജീവിതത്തെയും ജനത്തെയും ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നാണ്. എന്നാൽ ചരിത്രത്തിലാദ്യമായി മതം കൂടി ഒരു പരിഗണനാ വിഷയമായി ആ മേഖലക്കകത്ത് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ നിലക്കാണ് പൗരത്വ നിയമം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ നിയമനിർമ്മാണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂരിപക്ഷ താല്പര്യങ്ങൾക്ക് മാത്രം കീഴ്പ്പെടുന്ന രൂപത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരികയാണ്. ന്യൂനപക്ഷ വിഭാഗത്തെ പരിപൂർണമായും പൊതുധാരയിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ പറ്റാവുന്ന നിയമനിർമ്മാണങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്റും രാജ്യത്തുള്ള വ്യത്യസ്ത BJP ഗവൺമെൻറ്റുകളും രാജ്യത്താകെ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. So at this national level, you have the Modi government which openly patronizes, finances Hindu religious places of worship. You saw recently how the Prime Minister himself inaugurated the Kashi Vishwanath corridor connected to the Kashi temple. The funds for that came from the government, the state government, and the inauguration of that was done as a state function. Just as the foundation ceremony of the Ram temple at Ayodhya, in which the Prime Minister participated, was also became more or less a state function. So here, step by step, the state is openly patronizing one religion, the practices of that religion, and funds those activities. There's nothing more anti-secular than this, because the basic conception of secularism is the separation of the state and religion. It is not that the state can intervene, patronize any religion, whether it's the majority religion or the minority religion. The state has to be separate from religion. That has been completely given the go-by today. ദേശീയാടിസ്ഥാനത്തിൽ തന്നെ മോഡി ഗവൺമെൻറ് ഹിന്ദു ആരാധനാ കേന്ദ്രങ്ങളെ സാമ്പത്തികമായി ഉൾപ്പെടെ പ്രത്യക്ഷമായി സഹായിക്കുകയാണ്. സമീപകാലത്ത് കാശി വിശ്വനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പ്രധാനമന്ത്രി തന്നെ പങ്കെടുക്കുന്നതിനിടയായി. ആ പരിപാടി യഥാർത്ഥത്തിൽ നിർവഹിച്ചത്
സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിൽ എങ്ങനെയാണ് പ്രധാനമന്ത്രി പങ്കെടുത്തതെന്നും അതിനുവേണ്ടി എങ്ങനെയാണ് സംസ്ഥാന ഖജനാവ് പണം ചെലവഴിച്ചത് എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു മതത്തെ കൃത്യമായി പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ സാമ്പത്തികമായി തന്നെ സഹായിക്കുന്ന ഒരു നിലപാടാണ് ഈ കാര്യങ്ങളിൽ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇത് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെ ആശയങ്ങൾക്കെതിരാണ്. മതനിരപേക്ഷത വ്യക്തമായും അടിസ്ഥാനമാക്കുന്നത് ഭരണകൂടം മതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കണം, അത് രണ്ടും തമ്മിൽ വ്യത്യാസമാണെന്നുള്ളതാണ്. ഈ അടിസ്ഥാന ആശയത്തെ തന്നെ നിരാകരിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. ഇത് ഇന്ത്യ ഒരുപാട് കാലമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന മതനിരപേക്ഷത എന്ന് പറയുന്ന അടിസ്ഥാന ആശയത്തിന് തികച്ചും തത്വത്തിലും പ്രയോഗത്തിലും എതിരാണ്. The other level in which secularism is under attack or being destroyed is among the people. At the ground level, the RSS and its outfits, the various Hindutva outfits going by various names, they are targeting the minorities, attacking their livelihood, preventing them from carrying on their trade and other occupations, and making it clear that they cannot be treated as equal citizens of this country. Today there are parts of in some cities in Madhya Pradesh, like Indore, where Muslim traders cannot enter to sell their goods in Hindu localities. They have been driven out, beaten and assaulted and driven out. And the police will lodge cases against them, not those who attacked them. There are places where Muslim auto rickshaw drivers, if they go into Hindu localities, they are attacked. This has happened in many towns and cities in Uttar Pradesh and Madhya Pradesh. And because a large number of Muslims are there in the meat trade, they are the butchers and they sell meat. In many places, they are prohibited from carry on their trade. So it is an attack not only on their democratic rights, it's an attack on their livelihoods to prevent them from living as full citizens of this country. So this is happening in a large scale in parts of northern India, in western India, and now in Karnataka. And the traditional interrelationship between different communities, whether Hindu or Muslim, their social and cultural relationship and ties are now being disrupted and destroyed. So both at the level of the people and at the level of the state, you are seeing that a full-scale onslaught is there against secular values and to destroy the secular fabric of our society. മതനിരപേക്ഷതയ്ക്കെതിരെയുള്ള ഈ ശക്തികളുടെ രണ്ടാമത്തെ ആക്രമണം നടക്കുന്നത് ഹിന്ദുത്വ ശക്തികൾ പല പേരുകളിൽ, അവർ പ്രവർത്തിക്കുന്നത് പല പേരുകളിലാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളിലാണ്. അവരുടെ ആരാധനാ സംവിധാനങ്ങൾ മാത്രമല്ല ആക്രമിക്കപ്പെടുന്നത്, അവരുടെ തൊഴിലും വ്യാപാരം ഉൾപ്പെടെ ആക്രമിക്കപ്പെടുകയാണ്. തുല്യ പൗരന്മാരായി അവരെ പരിഗണിക്കാൻ സന്നദ്ധമല്ല എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മുസ്ലിങ്ങളടക്കമുള്ള ആളുകൾക്ക് ചില പ്രദേശങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല വ്യാപാര സ്ഥലങ്ങളിൽ എന്നുള്ളത് അവിടെ നടപ്പാക്കപ്പെടുകയാണ്. പോലീസ് അവിടെ പ്രവേശിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കാൻ പോലും മുന്നോട്ട് വരികയാണ്. ചില മേഖലകളിൽ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം ഓട്ടോറിക്ഷക്കാരെ അങ്ങോട്ടേക്ക് അടക്കം അയ്യോ ചില ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം ഓട്ടോറിക്ഷക്കാരെ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. ഇത് യു പിയിലും മധ്യപ്രദേശിലും സാർവത്രികമായി നടക്കുകയാണ്. നിരവധി മുസ്ലിങ്ങൾ മാംസവ്യാപാര മേഖലക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് മാംസവ്യാപാരം നിഷേധിക്കുകയാണ്. ഇത് ഒരു സമൂഹത്തിൻ്റെ ജനാധിപത്യ അവകാശങ്ങൾക്കെതിരെ മാത്രമുള്ള കയ്യേറ്റമല്ല, അവരുടെ ജീവിക്കാനുള്ള സിവിൽ അവകാശങ്ങൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങളാണ്. ഇത് വടക്കേ ഇന്ത്യയിലും പടിഞ്ഞാറൻ ഇന്ത്യയിലും കർണാടകത്തിലുമെല്ലാം സാർവത്രികമായി നടപ്പാക്കുകയാണ്. ഇതുവഴി സംഭവിക്കുന്നത് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യം തന്നെ വെല്ലുവിളിക്കപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള
മതനിരപേക്ഷ തത്വങ്ങളുടെ നിരാകരണമാണ് എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിലെ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ വലിയ നിലക്കുള്ള തകർച്ച കൂടിയാണ് ഇതിനെല്ലാം ഫലമായി രാജ്യത്താകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. We should not see this attack on secularism in isolation from the attack on democracy and the attack on federalism in our country. If India has to be a democracy, it has to have secularism. If India is to have secularism, it has to be a democracy. They are interconnected. What the Hindutva ideology says is that majoritarianism, we are a majority, therefore our rule should be there, and that is democracy because we are the majority. What they do not say is that in a democracy, every citizen, irrespective of their religious affiliation or background, should be equal. Because in democracy, unless there is equality between citizens, there can be no democracy. Majoritarianism means there is no democracy because everybody has no equal rights. And without equality and fraternity, as Dr. Ambedkar said, there can be no democracy. So today, the attack on secularism goes hand in hand with the attack on democracy and the establishment of majoritarian rule. ഈ ആക്രമണങ്ങൾ കേവലമായി ഒറ്റപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയില്ല. മതനിരപേക്ഷതക്കെതിരെയുള്ള ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിനെതിരെ കൂടിയുള്ള ആക്രമണമാണ്. ഇതിനെ രണ്ടിനെയും നമുക്ക് വേർതിരിച്ച് കാണാവുന്ന ഒന്നല്ല. മതനിരപേക്ഷത നിലനിൽന്നുകൊണ്ടല്ലാതെ ജനാധിപത്യം പൂർണ്ണമാക്കാനാവില്ല. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മതനിരപേക്ഷത അത്യന്താപേക്ഷിതമാണ്. കാരണം ജനാധിപത്യത്തിൽ മതവിശ്വാസം എന്താണ് എന്ന് പരിഗണിക്കാതെ ഓരോ പൗരനും തുല്യമായ അവകാശം ലഭ്യമാവുക എന്നുള്ളതാണ് മൗലികമായ കാര്യം. അവിടെ മതനിരപേക്ഷത തകർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലാതാക്കപ്പെടുക എന്നുള്ളതാണ്. അംബേദ്കർ തന്നെ ഈ കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. യഥാർത്ഥത്തിൽ മതനിരപേക്ഷതക്കെതിരെ നടക്കുന്ന ആക്രമണം മതനിരപേക്ഷതക്കെതിരെ മാത്രമുള്ള ആക്രമണമല്ല, അത് രാജ്യത്തിലെ ജനാധിപത്യത്തിനെതിരെയുള്ള ആക്രമണം കൂടിയാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. That is why to defend secularism, you need to fight for democracy and federalism, because in a vast and diverse country like India, you cannot have an authoritarian unitary state. You need to have a federal setup in which all the different states, in all their variety, will have a degree of self-rule and autonomy. Even that is being destroyed by the Hindutva authoritarianism. So the fight for democracy, secularism and federalism goes hand in hand. And it is this fight against the Hindutva corporate regime which must be waged, because it is, on the one hand, the Hindutva forces, and on the other hand, the big corporates, the big bourgeoisie of our country, who have allied together to impose this Hindutva authoritarian anti-secular regime. So this fight has to be carried out, and it has to be an uncompromising fight. That is, you cannot say we'll accept some partial form of secularism. We can have 50% secularism and 50% Hindutva. Now, the Congress party must answer this. Why are they not taking a firm stand in defense of secularism when they claim that they are secular? Recently in Gujarat, the government there declared that the Bhagavad Gita will be taught in schools from class 6 to class 12. As part of the syllabus, Bhagavad Gita will be taught. That announcement was supported by the Congress party, the main opposition party in Gujarat.
They thought if we oppose this, we will become unpopular. So you will see in all the BJP ruled states, in Uttar Pradesh, in Madhya Pradesh, all these places, whenever the BJP government takes a stand, they'll say they'll promote Ramayana. So the Congress party in the opposition say we'll do better than this. Their manifesto said we will start Ram Katha trails all over Madhya Pradesh. The Gehlot government said we'll set up a Vedic studies board to promote Vedic studies. So they think that we cannot counter these people by taking a firm secular position. So let us adopt a soft Hindutva stand. This is not going to help fight the Hindutva forces. They'll only gain further strength. So that is why I say it requires an uncompromising fight, struggle to defend secularism. And that example has been set here by the LDF government in Kerala. The first state government and assembly to pass a resolution against the CA, the Citizenship Amendment Act, was in Kerala. Then some other states also followed. So here in Kerala, the government, the LDF government here will not adopt any policy which will discriminate against citizens or people based on religion, caste or creed. That is the type of firm resolve we must have to defend secular democracy. But unfortunately, there are still some secular parties and forces who are not able to take this firm resolve. That is why it is very necessary for the left parties, for the left forces of this country to take the lead. To not only, it is not a defensive battle to defend secularism. It is a struggle to rally all sections of the people, to struggle for their basic rights, their economic rights, their livelihoods, and at the same time, in that process, build the unity of the people, build the unity of the working people, which will act as a bulwark against the anti-secular Hindutva forces. So I hope that in the coming days, as far as our party is concerned, we are going to give priority or importance to the fight against the Hindutva communal regime. That fight means carrying on the fight against the neoliberal economic policies of the Modi government and combine that struggle with the struggle to protect secularism, the struggle to defend democracy, and the struggle to defend federalism. So this is the challenge we have to meet, we have to undertake, and I'm sure with the unity that we can forge of all the left democratic and secular forces, we will succeed in this task. Thank you. മതനിരപേക്ഷത സംരക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അമിതാധികാര ഗവൺമെൻറ് ഒരു കാരണവശാലും ഇവ സംരക്ഷിക്കാൻ പര്യാപ്തമായ ഗവൺമെൻറ്റുകളല്ല. എല്ലാ സംസ്ഥാനങ്ങളും സ്വയം ഭരണ സംസ്ഥാനങ്ങളാണ്. ഫെഡറലിസം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നിലവിലുള്ള അധികാരങ്ങളുണ്ട്. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഫെഡറലിസത്തെ സംരക്ഷിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. എന്നാൽ രാജ്യത്ത് ഹിന്ദുത്വ ശക്തികൾ കോർപ്പറേറ്റ് ശക്തികളുടെ പിൻബലത്തോടെ ഇതിനെതിരായിട്ടുള്ള നയങ്ങൾ ശക്തമായ നിലക്ക് നടപ്പിലാക്കുകയാണ്. വൻകിട ബൂർഷ്വാസി ഹിന്ദുത്വ ശക്തികളുമായി ചേർന്നുകൊണ്ട് ഈ നിലപാടുകൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യ രാജ്യത്തെമ്പാടും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനകീയ നയങ്ങളിലും ഈ വിഷയം വളരെ ഫലപ്രദമായി കാണാൻ വേണ്ടി കഴിയും. ഇതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമരം ആരംഭിക്കേണ്ടതുണ്ട്. ഭാഗികമായി മതനിരപേക്ഷത എന്ന് പറയുന്നത് അസാധ്യമാണ്. 50% മതനിരപേക്ഷത, 50% ഹിന്ദുത്വം, അത് ഒരു കാരണവശാലും നടപ്പാക്കപ്പെടുന്ന ഒന്നല്ല. ഇത് നടപ്പാക്കപ്പെടുന്ന ഒന്നല്ല എന്നുള്ളത് കൃത്യമായി കാണേണ്ടത് കോൺഗ്രസ്സാണ്.
കോൺഗ്രസ് ഈ കാര്യത്തിൽ അവരുടെ നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കണം. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അവർക്ക് നിലകൊള്ളാനാവുമോ എന്ന കാര്യം അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. അവർ അങ്ങനെ ഒരു നിലപാടല്ല സ്വീകരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ഭഗവത്ഗീത 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠന വിഷയമായിട്ട് അംഗീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷിയാണ്. എന്നിട്ട് പോലും അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് അവരവിടെ സ്വീകരിച്ചത്. BJPയുടെ UP മധ്യപ്രദേശ് ഗവൺമെൻറ്റുകൾ ഹിന്ദുത്വ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് വന്നപ്പോൾ അവിടെയെല്ലാം പ്രോത്സാഹജനകമായിട്ട് സമീപനം സ്വീകരിക്കുന്നത് മറ്റാരുമല്ല, അത് കോൺഗ്രസ് തന്നെയാണ്. രാമായണം പഠിപ്പിക്കാനുള്ള വിഷയമായാലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലായാലും അവിടെയെല്ലാം മധ്യപ്രദേശിലടക്കം അതിനനുകൂലമായ നിലപാട് അത് സ്വീകരിക്കുന്ന കാഴ്ചയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. വേദപഠനവുമായി ബന്ധപ്പെട്ട കാര്യം വന്നപ്പോഴും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം വ്യത്യസ്തമല്ല. ഇത് യഥാർത്ഥത്തിൽ രാജ്യത്തിലെ മതനിരപേക്ഷതയെ വിട്ടുവീഴ്ചയില്ലാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടിനെ നല്ലതുപോലെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്. നമുക്ക് ഒരു കാരണവശാലും മതനിരപേക്ഷത എന്ന വിഷയത്തിനകത്ത് നമുക്ക് സന്ധി ചെയ്യാൻ സാധ്യമാവുന്നതല്ല. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി വന്ന സന്ദർഭത്തിലായാലും അത്തരം മറ്റ് സന്ദർഭങ്ങളൊന്നും തന്നെ അതിനെതിരായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കാതിരിക്കുമ്പോൾ അക്കാര്യത്തിൽ അഭിമാനകരമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് ഈ കേരള സംസ്ഥാനമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നിയമസഭ പൗരത്വ ഭേദഗതി നിയമം അംഗീകരിക്കുന്നില്ല എന്ന് പ്രമേയം പാസാക്കിയത് ആദ്യമായി കേരളത്തിലാണ്. പിന്നീട് സംസ്ഥാനങ്ങളെല്ലാം തന്നെ അതിൻ്റെ കൂടെ മുന്നോട്ടേക്ക് വന്നു. പൗരത്വത്തെ ഒരു കാരണവശാലും മതാടിസ്ഥാനത്തിലോ ജാതി അടിസ്ഥാനത്തിലോ ഭിന്നിപ്പിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്നത്. എന്നാൽ ചില മതനിരപേക്ഷ കക്ഷികൾ മതനിരപേക്ഷ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വിപത്തിനെ ഗൗരവമായി കാണാനും നിലപാടെടുക്കാനും സന്നദ്ധമാകുന്നില്ല. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, രാജ്യത്തിലെ ഇടതുപക്ഷ കക്ഷികൾ രാജ്യത്ത് മുൻകൈയെടുത്ത് മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങളുടെ ഐക്യം മതനിരപേക്ഷത നേടിയെടുക്കുന്നതിന് വേണ്ടി ശക്തിപ്പെടുത്തിക്കൊണ്ടല്ലാതെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാനാവില്ല. മതനിരപേക്ഷത നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വെല്ലുവിളികളെ ചെറുക്കാനാവില്ല. ഞങ്ങളുടെ പാർട്ടി ഹിന്ദു വർഗീയതയെ ചെറുക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് രാജ്യത്തെമ്പാടുമുള്ള ശക്തികളെ കൂട്ടിയോജിപ്പിക്കാനാവുക എന്ന കാര്യം ഗൗരവത്തോടെ ആലോചിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇക്കാര്യത്തിൽ വിപുലമായ നിലക്കുള്ള യോജിപ്പ്, യാതൊരു നിലക്കുള്ള വിട്ടുവീഴ്ചയില്ലാതെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ, അതുപോലെ ജനാധിപത്യം സംരക്ഷിക്കാൻ, ഫെഡറലിസം സംരക്ഷിക്കാൻ ഇതിനു വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് ഈ രാജ്യത്തിനകത്ത് ഉയർന്നു വരേണ്ടത്. ഇതിനെല്ലാം തകർക്കാനുള്ള ശക്തികൾക്ക് ഈ മറ്റ് കോർപ്പറേറ്റ് ശക്തികൾ നൽകുന്ന പിന്തുണയെ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവയ്ക്കെല്ലാം എതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ രാജ്യത്തിനകത്ത് ഉയർന്നു വരേണ്ടത്. അത്തരമൊരു പോരാട്ടം ഉയർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. നമുക്ക് വിജയകരമായി അത്തരമൊരു പോരാട്ടം നയിക്കാൻ, പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്നിച്ചു നീങ്ങാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആദരണീയനായ സഖാവ് ഡി രാജ ഈ സെമിനാറിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അദ്ദേഹത്തെ ബഹുമാനപുരസ്സരം ക്ഷണിക്കുന്നു. Respected Comrade Jayarajan, respected Comrade Prakash Karat, respected Sri Kadagamballi, comrades and friends, Comrade Prakash Karat has covered lot of area on the issue of secularism. Today in the seminar, we are discussing challenge to secularism. What is the challenge? From where the challenge comes? Who is going to take up this challenge? This is what should be explained to the people of our country today. Because secularism means what should be the role of state, the government, in a multi-religious, multilingual, multicultural society. When we were talking about secularism, the communists,
the BJP leaders, they started telling secularism is a foreign concept, imported concept. Then we broke their argument. We questioned the BJP leaders on every point. Then they started telling these people are pseudo-secularists, as though they are the genuine secularists. This debate took place for quite some time in India. Here when I speak in Kannur, I must draw your attention. The debate took place not only in India, but all over the world. The debate on secularism. It means what should be the role of state. The debate took place in America. In America, the debate took place. One of the first amendments to the American Constitution was to define the role of church, the role of religion, and the role of state, and the relationship between religion and state. That means relationship between church and the state. The American president, Thomas Jefferson, was emphatic, and he said, he advocated the concept, there should be wall of separation between church and state. Church should not interfere in the affairs of state. State should not identify with any particular religion. There should be separation. Religion is a personal choice. They should not interfere. What the state should do, government should do. The government, the state, should be neutral to all religions. The state should be above all religions. The state should not identify with one particular religion. This debate took place in America. പ്രിയപ്പെട്ട പി ജയരാജൻ, പ്രകാശ് കാരാട്ട്, അതുപോലെ കടന്നപ്പള്ളി, മറ്റ് സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ മതേതരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ സഖാവ് പ്രകാശ് കാരാട്ട് സംസാരിച്ചു കഴിഞ്ഞു. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയമാണ്. ആരാണ് ഈ വെല്ലുവിളി ഉയർത്തുന്നത്? എന്താണ് ഈ വെല്ലുവിളി? ആരാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പോകുന്നത്? ഈ കാര്യമാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. മതേതരത്വം എന്നുള്ളത് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത് സ്റ്റേറ്റിൻ്റെ റോള് എന്തായിരിക്കണം. മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലെ ബഹുമതങ്ങളുള്ള ബഹുഭാഷകളുള്ള ഒരു രാജ്യത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. BJP കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം, അതല്ലെങ്കിൽ മതേതരത്വത്തെക്കുറിച്ച് തന്നെ അവർ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം, ഇത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു കാഴ്ചപ്പാടാണ് എന്നുള്ളതാണ്. അവരുടെ അത്തരമൊരു വാദത്തെ നമ്മൾ എതിർത്ത് കഴിഞ്ഞപ്പോൾ, അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നവർ സ്യൂഡോ മതേതരവാദികളാണ്, അവർ യഥാർത്ഥത്തിൽ ഉള്ള മതേതരവാദികളല്ല, മറിച്ച് സ്യൂഡോ മതേതരവാദികളാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇന്ന് ഇവിടെ കണ്ണൂരിൽ വെച്ച് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരമൊരു ചർച്ച നടക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയിൽ, അവിടുത്തെ അമേരിക്കൻ ഭരണഘടനയ്ക്ക് ഉണ്ടായ ആദ്യത്തെ അമെൻമെൻറ്റുകളിൽ ഒന്ന് പള്ളിയുടെ റോൾ എന്തായിരിക്കണം, സ്റ്റേറ്റിൻ്റെ റോൾ എന്തായിരിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന തോമസ് ജെഫേഴ്സൺ അദ്ദേഹം വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുകയുണ്ടായി, പള്ളിയും സ്റ്റേറ്റും തമ്മിൽ കൃത്യമായിട്ട് അവരുടെ ഇടപെടലുകൾക്കിടയിൽ കൃത്യമായിട്ടുള്ള വിഭജനം ഉണ്ടാകേണ്ടതുണ്ട്. സ്റ്റേറ്റ് ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രത്യേക മതവുമായിട്ട് മാത്രം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ല. മതം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ്, സ്വകാര്യ അവകാശമാണ്. സ്റ്റേറ്റ് തീർച്ചയായിട്ടും എല്ലാ മതങ്ങൾക്കുമിടയിൽ നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. In India, the debate took place during the freedom struggle. The debate took place and is taking place
in the post-independent India also. You all know, during the freedom movement, Hindus, Muslims, Sikhs, and all religious people were brought together unitedly to fight against the British colonial rule. If at all there is one strong message, outstanding message in the life of Mahatma Gandhi, it was Mahatma Gandhi throughout his life stood for Hindu-Muslim unity. That is the greatest message we can draw from the life of Mahatma Gandhi. Mahatma Gandhi was killed, assassinated. Who did it? You all must be knowing. Why? What was the crime committed by Mahatma Gandhi? When we got independence, it was a tragic beginning. The country was divided. Everywhere Hindu-Muslim clashes. People were being killed. Hindus on one side, Muslims on other side. Mahatma Gandhi was in Naukali. Some international journalists went and asked Mahatma Gandhi, what is your message for the independence of India? Mahatma Gandhi said, I have no message. I have no message. He felt so sad. From there, he came to Delhi. He was praying. Hindus and Muslims should live together. That was the prayer of Mahatma Gandhi. Raghupati Raghava Raja Ram Padita Bhavana Sita Ram Ishwar Allah Tere Naam Sabko Sanmati De Bhagavan. This is what the prayer of Mahatma Gandhi. Bhagavan, you are Bhagavan. Allah, your name. Ram is your name. But you must give good sense. Sabko Sanmati De Bhagavan. This is what is prayer. But Mahatma Gandhi was killed. He was a practicing Hindu. Despite that, he was killed. Why it happened? It was a big tragedy that country witnessed. Country witnessed. That was the time Dr. Ambedkar was breaking his head to write down the constitution which we have today. There was tremendous pressure on Dr. Ambedkar. The Hindu fundamentalists, they demanded Ambedkar should declare the independent India is Hindu Rashtra. There was pressure from Islamic fundamentalists also. Ambedkar stood firm. He rejected both the arguments. And he said, if at all Hindu Rashtra becomes a reality in the country, that will be the greatest calamity for India. I will not agree. Independent India should emerge as a democratic republic. Independent India should remain a secular democratic republic. No compromise. Ambedkar. That was Ambedkar. If at all we have a constitution today, it was because of Ambedkar and his firmness and his understanding of Indian society. Now, this is under attack. The challenge is to redefine the Indian nation. To redefine Indian nation as a theocratic nation. India should not continue as democratic republic, secular republic. India should emerge, become a Hindu Rashtra. That is the challenge. This challenge should be understood properly with a historic perspective.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ മതേതരത്വം എന്ന വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും ഈ വിഷയം വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും എല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുമിച്ച് പങ്കെടുത്തവരാണ്. മഹാത്മാഗാന്ധി അദ്ദേഹം ഏറ്റവും കൂടുതൽ നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് ഹിന്ദു മുസ്ലിം ഐക്യമാണ്. പക്ഷേ ആ മഹാത്മാഗാന്ധി നമുക്കറിയാം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുണ്ടായ ഏറ്റവും വലിയ ദുരനുഭവമാണ് അദ്ദേഹം വധിക്കപ്പെട്ടു എന്നുള്ളത്. ആരാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്, എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഈ രാജ്യം അന്ന് വിഭജിക്കപ്പെട്ടു. നിരവധി സ്ഥലങ്ങളിൽ വലിയ രൂപത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുകയായിരുന്നു. നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിച്ച സമയത്ത് നവഖാലിയിലാണ് മഹാത്മജി ഉണ്ടായിരുന്നത്. അന്ന് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് പോകണമെന്നുള്ളതാണ് അദ്ദേഹത്തിന് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന തന്നെ രഘുപതി രാഘവ രാജാറാം എന്ന് തുടങ്ങുന്ന എല്ലാവർക്കും നല്ല മനസ്സുണ്ടാകണമെന്ന് പറയുന്ന പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ തികച്ചും ഒരു ഹിന്ദുവായിരുന്ന മഹാത്മാഗാന്ധിയാണ് നമുക്കറിയാം ഈ മതവർഗീയവാദികൾ കൊലപ്പെടുത്തിയത്. ഈ രാജ്യം നേരിട്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അത്. ആ വധം നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഡോക്ടർ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ മേൽ വലിയ സമ്മർദ്ദമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായത്. ഹിന്ദു രാഷ്ട്രമായിട്ടാണ് ഇന്ത്യയെ മാറ്റേണ്ടത് എന്ന് ഒരു ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമുണ്ടായപ്പോൾ മുസ്ലിം മതമൗലികവാദികളും അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. എന്നാൽ അതിനെയെല്ലാം ശക്തമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് അംബേദ്കർ എന്ന് സ്വീകരിക്കുകയുണ്ടായി. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറുകയാണെങ്കിൽ അതായിരിക്കും ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്നാണ് അന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമായി തുടരണം എന്നുള്ളത്, ഇന്ത്യൻ ഭരണഘടന അതിന് ഉറപ്പുവരുത്തണം എന്നുള്ളത് ഏറ്റവും ശക്തമായി മുന്നോട്ട് വെച്ച ആളാണ് അംബേദ്കർ. എന്നാൽ ഇന്ന് ആ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ, ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. Comrades, the preamble of Indian Constitution, which was given to us by Dr. Ambedkar and galaxy of leaders at that point of time, begins as we, the people of India. Our constitution does not say we, the Hindus of India, or we, the Muslims of India, we, the Christians of India, we, the Sikhs of India. No, we, the people of India. That is how our constitution begins. We, the people of India. India is Bharat, the union of states, union of states. This is the constitution which was given to us by Dr. Ambedkar and the leaders. But now the threat is how to subvert this constitution, how to dismantle all the fundamentals of our constitution. Unless we protect this constitution, we cannot protect the unity of the people, harmony of the people. People may belong to any religion, but they should live in harmony. They should live in harmony. They should live in peace. That is being affected now. And here in Kerala, you all must be knowing Mr. K.R. Narayan. He was the President of India. Immediately after the demolition of Babri Masjid, Mr. Narayan made a speech in Parliament in which he said, after the assassination of Mahatma Gandhi, the demolition of Babri Masjid is the biggest tragedy that happened in India, that took place in India. Who said? It is K.R. Narayan, the son of Kerala. He said it. He said it. And he argued for Hindu-Muslim unity, for communal harmony, for secular fabric of our society and constitution.
നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ അംബേദ്കറും ഭരണഘടനാ ശില്പികളും വളരെ കൃത്യമായി അത് തുടങ്ങുന്നത് തന്നെ ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കളായ ഞങ്ങളെന്നോ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളായ ഞങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളായ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടല്ല അത് ആരംഭിക്കുന്നത്. ഇന്ത്യ എന്ന ഭാരതം എന്നുള്ളത് വിവിധ സംസ്ഥാനങ്ങളുടെ ഐക്യത്തിലൂടെ രൂപപ്പെട്ട ഒന്നാണ് എന്ന സന്ദേശമാണ് ഭരണഘടന നൽകുന്നത്. ഇന്ന് ആ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് രാജ്യത്തിൻ്റെ ഐക്യം സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കൂ. കേരളത്തിൻ്റെ പുത്രനായ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ശ്രീ KR നാരായണൻ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭത്തിൽ അതിനുശേഷം പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഗാന്ധിവധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഈ ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇന്ത്യയുടെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കൂ. Comrades, friends, Comrade Prakash Karat was referring to what is happening in Karnataka, what is happening in other states which were ruled by the BJP. In Karnataka, one minister made a statement. Very soon, the tricolor flag will be replaced by saffron flag, that is Bhagwa. This is what he said. And so far, till now, Mr. Modi did not utter a word on this issue. Mr. Amit Shah did not utter a word because they agree, they approve such statements made by the Hindu right-wing activists, the Hindutva activists. It is going on everywhere. They dictate what people should eat, should not eat, what people should wear, should not wear, how people should behave. Now, these are all dictated by RSS. And for your information, I am telling you, RSS was formed in the same year 1925 when the Communist Party of India was formed. When the Communist Party of India stood in the forefront of freedom movement, making supreme sacrifices, RSS didn't do nothing. RSS did not raise its small finger against British Raj, and RSS was collaborating with the British Raj. It was communists who fought against British Raj, and now the communists will have to take up the challenge that is coming from RSS, who is posing a threat to Indian secularism. That is RSS, that is Hindutva forces. That is why minorities are under attack. Minorities, religious minorities are under attack. And again, I will have to go to Dr. Ambedkar. It is time we should remember Ambedkar and we should try to learn what Ambedkar has said during his time. Dr. Ambedkar has said, many communities may be minority communities, Muslims, Christians, or some other religions. Minority communities may be crushed. If not crushed, they may be tyrannized and oppressed. They are sure to be denied equality before law and equal opportunity in public life. This is what is exactly happening to Muslims and other minorities in all parts of the country. How we are going to fight it? How we are going to take up this challenge? Again, I must underline the fact, as communists, we should and we are fighting for a casteless India, for a classless India, for an India where our women will have empowerment, equality, and dignified life. We have to fight for such an India.
Now, what RSS and Sangh Parivar outfits are doing, they divide even the marginalized sections, because RSS wants to perpetuate the caste system, the Brahminical Manuvadi social structure. RSS wants to perpetuate, and RSS has not given up the Chaturvarna, the caste system. RSS wants caste system to continue. For which, what do they do? Even among the Dalits, OBCs, tribals, they promote the idea of Hindutva. Today, sociologists in India, the scientists in India are talking about subaltern Hindutva. What is this subaltern Hindutva? There is Brahminical Hindutva. RSS has been representing Brahminical Hindutva. The same RSS now trying to divide Dalits, OBCs and promote subaltern Hindutva. So there can be Brahminical Hindutva, there can be subaltern Hindutva, but these people should not come together to fight Hindutva. That is the tactics of RSS. How we are going to fight this? As communists, we need to fight against the caste system, the caste hierarchy. Communists need to fight against all forms of class exploitations. Communists need to fight for equality, empowerment of women. Unless we do this, it is going to be extremely difficult to fight the menace of RSS and BJP, who have become so aggressive. This is the thing comrades should keep in mind. കർണാടകത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ഇവിടെ സഖാവ് പ്രകാശ് കാരാട്ട് സൂചിപ്പിക്കുകയുണ്ടായി. കർണാടകത്തിലെ ഒരു മന്ത്രി അടുത്ത ദിവസം പറഞ്ഞത് ത്രിവർണ്ണ പതാകയ്ക്ക് പകരം കാവിക്കൊടി ഇന്ത്യയുടെ ദേശീയ പതാകയായി പ്രഖ്യാപിക്കുമെന്നാണ്. ഈ ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രി മോദിയോ അമിത്ഷായോ ഒരു വാക്കുപോലും പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. കാരണം അവരുടെ മനസ്സിലിരിപ്പ് അതുതന്നെയാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇന്ന് RSS ആണ് ഇന്ത്യയിൽ, അവരാണ് നിയന്ത്രിക്കുന്നത്. എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, എന്ത് വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, ഇതെല്ലാം ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നാണ് RSS പറയുന്നത്. 1925 RSS രൂപം കൊണ്ടത്. ഇന്ത്യക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതും അതേ ഘട്ടത്തിലാണ്. എന്താണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്ക്, RSSന്റെ പങ്ക് എന്തായിരുന്നു? നമുക്കറിയാം. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ധീരമായ രക്തസാക്ഷിത്വം വഹിച്ചവരാണ്, ധീരമായ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാരെങ്കിൽ RSS ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാർക്ക് വിടുപണി ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അംബേദ്കർ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യക്കകത്ത് മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ഒക്കെ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം നൽകിയിട്ടില്ലെങ്കിൽ അവർക്ക് നേരെ അടിച്ചമർത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിയമത്തിന് മുന്നിൽ അവർക്ക് തുല്യത നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന്. ഇന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വെല്ലുവിളിയെ എങ്ങനെയാണ് നമുക്ക് നേരിടാൻ വേണ്ടി സാധിക്കുക? ജാതിരഹിതമായ, വർഗരഹിതമായ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് സ്വന്തമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യ, ആ ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. RSS ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ അടക്കം, അവരുടെ ഇടയിലടക്കം ഭിന്നത സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, മനുവാദികളാണ് RSS എന്നുള്ളത്. അവർ എല്ലാ തരത്തിലും ബ്രാഹ്മണ മേധാവിത്വത്തെ അംഗീകരിക്കുന്നവരാണ്. ഈ ജാതി വ്യവസ്ഥ തുടരണമെന്ന്, ചാതുർവർണ്ണ്യം തുടരണമെന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് ഹിന്ദുത്വവാദത്തോടൊപ്പം, ബ്രാഹ്മണവാദത്തോടൊപ്പം സബോൾട്ടൻ ഹിന്ദുയിസം എന്നുള്ള മറ്റൊരു കാഴ്ചപ്പാട് കൂടി അവർ ഉയർത്തുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ദളിതരുടെ ഇടയിലും പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിലും ഉൾപ്പെടെ
ഇത്തരത്തിലുള്ള ഭിന്നത സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. RSSൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വിഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഹിന്ദുത്വ വാദത്തിനെതിരായി പോരാട്ടത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തിക്കൊണ്ട്, വർഗപരമായ ചൂഷണത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട്, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറായേ മതിയാകൂ. അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും വളരെ വലിയ ആപത്തിലേക്കാണ് രാജ്യത്തെ സംഘപരിവാർ RSS കൊണ്ടുചെന്നെത്തിക്കുക. Comrades, what is religion? People can be Hindus, Muslims, Christians, etc. But what is religion? Karl Marx, the founder of communist movement, he said, religion is the sigh of the oppressed people. Religion is art of the artless world. Religion is soul of the soulless. This is what Marx defined. After that, what Lenin said about religion. Religions are giving hope to the people. After death, they will go to paradise. They will go to heaven. But for working people, the toiling masses who sweat through their sweat and blood, who create wealth, they should have paradise on earth itself. They did not die and go to paradise. They should have such a life, such paradise on earth itself, Lenin said. But now, what RSS, the Hindutva forces are doing, they are trying to revive all caste rituals, all caste rituals. Temple is temple for everybody, but if a Dalit goes to temple, he is being attacked, she is being attacked, then what do we understand from all these things? That is where we should understand. RSS is trying to revive all rituals, all rituals. Mr. Modi participated in Varanasi Vishwanath temple rituals. He participated in Ayodhya Ram Mandir rituals. That means what? The Prime Minister himself participating gives a de facto status to one particular religion as an official religion. To do it, they revive all absurdities. When I say this, Kerala is an educated state. You must know the French thinker Voltaire. Voltaire had said, if you preach absurdities, the stupidness, you will be led to commit atrocities. This is what RSS doing. Spread absurdities among the people and commit atrocities against Dalits, Adivasis, against Muslims, Christians. This is what is going on in our country. This should be understood and this should be fought. This is the challenge, and this challenge has to be resisted. This challenge has to be fought. Who can fight? Who can take up this challenge? Who can take up the challenge? Look at the Congress party. What Congress party is doing? They speak. They are the genuine Hindus. The genuine Hindus are not, that is not the issue. In sociology, a new debate has emerged. Bahujan Hindus, Brahminical Hindus, Bahujan Hindus, caste Hindus, non-caste Bahujan Hindus. That is being debated in India. What the Congress party is speaking, and what Congress party is speaking, Congress party itself doesn't understand. That is one criticism we make against Congress party. The soft Hindutva will not lead anywhere. You must rethink your policy. And even on economic policies, we are telling the Congress party,
At least get back to Nehruvian economic policies, Nehru's policies. Congress party doesn't listen. So it is time Congress party must do serious introspection. Congress party must rework its strategies, reassess its positions. Having said that, we cannot leave it because Congress party has not come. We as communists, we should try to mobilize all other secular democratic forces. We should mobilize. And Congress men also will rethink, and they will also start moving towards the left, and the broad left secular democratic unity, that alone can put up a fight against the challenge that is coming from RSS and Sangh Parivar outfits. എന്താണ് മതം എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മാർക്സ് മതത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഷ്ടപ്പെടുന്നവൻ്റെ ദീർഘനിശ്വാസമാണ് ഹൃദയമില്ലാത്തവൻ ലോകത്തിൻ്റെ ഹൃദയമാണ് മാർക്സിസം എന്നാണ് മതം എന്നാണ് മാർക്സ് പറഞ്ഞത്. ലെനിൻ ഒന്നുകൂടി ചേർത്ത് പറയുകയുണ്ടായി, മതം നമ്മളോട് പറയുന്നത് മരണത്തിന് ശേഷമുള്ള സ്വർഗത്തെക്കുറിച്ചാണെങ്കിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ തൊഴിലാളികൾക്ക് ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഭൂമിയിൽ തന്നെ അവർക്ക് സ്വർഗം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ സോഷ്യലിസത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. എന്നാൽ എന്താണ് RSS എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന മതത്തിൻ്റെ പേരിൽ? അവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാതീയമായ ആചാരങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള, അനാചാരങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഒരു ദളിതൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കാണണം. എല്ലാ തരത്തിലുമുള്ള ആചാരങ്ങളെ മടക്കി കൊണ്ടുവരാനുള്ള ശ്രമം അവർ നടത്തുന്നു. പ്രധാനമന്ത്രി മോദി വാരാണസിയിലെ അവിടുത്തെ വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ചെന്ന ആചാരങ്ങളിൽ പങ്കെടുക്കുന്നു. അയോധ്യ ക്ഷേത്രത്തിലെ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഇത് നൽകുന്ന സന്ദേശമാണ് എന്താണ്? ഹിന്ദു മതത്തെ ഔദ്യോഗിക മതമായി ഈ രാജ്യം അംഗീകരിക്കുന്നു എന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് തീർച്ചയായിട്ടും ഇത് നൽകുന്നത്. കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങളെ മതവിശ്വാസത്തിൻ്റെ മറവിൽ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. പ്രശസ്ത ഫ്രഞ്ച് ചിന്തകനായിരുന്ന വോൾട്ടയർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്ധവിശ്വാസങ്ങളെ, അബ്സർഡിറ്റികളെ ആണ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലമെന്ന് പറയുന്നത് വലിയ രൂപത്തിലുള്ള അതിക്രമങ്ങളിലേക്ക് ആ സമൂഹം നയിക്കപ്പെടും എന്നുള്ളതാണ്. അതാണ് ഇന്ന് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അന്ധവിശ്വാസങ്ങളുടെ ഇത്തരം തെറ്റായ ചിന്തകളുടെ തുടർച്ചയായിട്ട് ദളിതർക്കും അതുപോലെ മറ്റു വിഭാഗങ്ങൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ രാജ്യത്തിനകത്ത് വർദ്ധിക്കുകയാണ്. ആരാണ് ഈ വെല്ലുവിളികളെ ഏറ്റെടുക്കേണ്ടത്? ആർക്കാണ് അതിന് സാധിക്കുക? കോൺഗ്രസിനെ നിങ്ങൾ നോക്കൂ. കോൺഗ്രസ് പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദുക്കൾ എന്നാണ്. ഇപ്പോൾ അത്തരമൊരു ചർച്ച നടക്കുന്നുണ്ട്, ബ്രാഹ്മണിക്കൽ ഹിന്ദുക്കളെന്നും അതുപോലെ ബഹുജൻ ഹിന്ദുക്കളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസിൻ്റെ ഈ മൃദു ഹിന്ദുത്വ സമീപനം ഒരു തരത്തിലും വർഗീയവാദത്തെ എതിർക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഒന്നല്ല. ഈ മൃദു ഹിന്ദുത്വ സമീപനം മാത്രമല്ല, സാമ്പത്തിക നയങ്ങളിലും മാറ്റം വരുത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് തയ്യാറല്ല. കോൺഗ്രസിനോട് പറയാനുള്ളത് അവർ സ്വയം ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം, അവരുടെ നയങ്ങളെ പുനഃപരിശോധിക്കാൻ അവർ തയ്യാറാകണം എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ തീർച്ചയായും ആഗ്രഹിക്കുന്നത് എല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാരെയും അതുപോലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഒരുമിച്ച് കൊണ്ടുവരാനാണ്. കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരും തീർച്ചയായും ആ ഒരു കാഴ്ചപ്പാടിനോടൊപ്പം ചേരും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത്തരത്തിൽ വിശാലമായ ഒരു ഇടതുപക്ഷ മതേതര ജനാധിപത്യ ഐക്യം ഇന്ത്യക്കകത്ത് ഇന്ന് രൂപപ്പെടുത്തേണ്ടതുണ്ട്. Comrades, finally, as communists, we will strive for building a broadest possible unity of secular democratic forces. At the same time, as communists, we will stand up to this challenge posed by RSS in any situation, in any part of the country. This red flag fought and liberated the country from British Raj. The days are very near. We will see the nation is saved, constitution is saved. We will save this country from BJP Raj also, RSS Raj also. Communists, the red flag will stand up
to the challenge posed by RSS and Sangh Parivar outfits. We will win and we will save India. We will save the Constitution. So, comrades, let us fight. Let us carry forward our struggle. Thank you very much. തീർച്ചയായും ഇത്തരത്തിൽ ഒരു വിശാലമായ ഇടത് മതേതര ജനാധിപത്യ സഖ്യം രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഈ ചെങ്കൊടിയുടെ പ്രസ്ഥാനം തീർച്ചയായും ഈ വെല്ലുവിളിയെ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ഏതു തരത്തിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വന്നാലും RSS ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഈ ഹിന്ദുത്വ രാജിനെ എതിർക്കുന്നതിൻ്റെ മുൻനിരയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ടാകും. ഈ രാജ്യത്തെ നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആ പോരാട്ടത്തിൻ്റെ മുന്നിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ, ഇന്ത്യയിലെ ചെങ്കൊടിയുടെ പ്രസ്ഥാനമാണ് തീർച്ചയായിട്ടും ഉണ്ടാവുക. ഇനി ഈ സെമിനാറിൽ നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം MLA ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രസംഗിക്കും. ഇതിൻ്റെ അധ്യക്ഷനായി സഖാവ് TV രാജേഷ് തുടരും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ VP, ഇവിടെ ഈ നമ്മുടെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ ആയിരുന്ന PB മെമ്പർ പ്രകാശ് കാരാട്ട്, ഇവിടെ സംസാരിച്ചു കഴിഞ്ഞ CP-യുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാബ് D. രാജ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഖാക്കളെ, ഇനിയൊരു ദീർഘമേറിയ പ്രസംഗത്തിൻ്റെ ആവശ്യകതയില്ല. ഇതിൻ്റെ കാര്യം ഏറ്റവും കാലിക പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. CPIM-ൻ്റെ 23ാമത് പാർട്ടി കോൺഗ്രസിനോടനുബന്ധമായി നടത്തിയ ഈ സെമിനാറിൽ ചർച്ചയ്ക്ക് വിഷയമായി ചരിത്രപ്രധാനമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളിലാണ് നിങ്ങളെല്ലാം, നാടും നമ്മളെല്ലാം. മതേതരത്വത്തിന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഭീഷണി, അതേക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരം മാത്രമേ, ലളിതമായൊരു ഉത്തരം, മതേതരത്വത്തിനെതിരായിട്ടുള്ള ഭീഷണി ഈ രാജ്യം ഭരിക്കുന്ന RSS സംഘപരിവാര ശക്തികളുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര ഭരണ ഭീകരതയാണ് മതേതരത്വത്തിന് ഗുരുതരമായ ഭീഷണി. ഭരണപരമായും ഭരണഘടനാപരമായും ഭരണഘടന സംരക്ഷിക്കാൻ ബാധ്യസ്ഥമായ കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് തകർക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ പറയും, വേലി തന്നെ വിളവ് തന്നു എന്ന്, സാധാരണ ഭാഷയിൽ അതാണ് കാണുന്നത്. ഭരണഘടനയോട് സത്യസന്ധമായ നീതി പുലർത്താൻ കഴിയാത്തവർ, ഭരണഘടനയുടെ മൂല്യങ്ങളെ തകർക്കുന്നവർ, അത് വലിച്ചെറിയുന്നവർ, ഭരണഘടനാപരമായി സ്വീകരിക്കപ്പെടേണ്ട ഫലസമ്പ്രദായത്തെ തല്ലിത്തകർക്കുന്നവർ, അങ്ങനെയെല്ലാം തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണഭീകരത മുമ്പിലാണ് നമ്മുടെ നാട് നിൽക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ നാട് നേരിടുന്ന വെല്ലുവിളി. അതിവിടെ കൊണ്ട് അവസാനിക്കുന്നതേ അല്ല. രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ, ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള നിഗൂഢമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോന്നും. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ബാബറി മസ്ജിദ് തകർത്ത കാര്യമായിരുന്നാലും, പിന്നീട് പ്രഖ്യാപനം നടന്നു ലോകത്തിലെ സപ്താത്ഭുതങ്ങളൊന്നായ താജ്മഹൽ, അനശ്വരമായ പ്രേമ ശില്പകാവ്യം. അതിൻ്റെ അടിത്തറയിൽ ഒരു ക്ഷേത്ര അവശിഷ്ടമുണ്ട് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു RSS സംഘപരിവാര ശക്തികൾ. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? താജ്മഹൽ തകർത്തേ പറ്റും. തൽക്കാലം നിർത്തിവെച്ചത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാം തകർക്കുകയാണ്. ഭരണഘടനയും വിശ്വാസങ്ങളുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പരമാധികാരമാണ് ഈ മഹാരാജ്യം. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ ജനങ്ങൾ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്മവീര്യത്തോട് രംഗത്തിറങ്ങേണ്ട ഒരു വർത്തമാനകാലത്താണ് നമ്മൾ നിൽക്കുന്നത്. D. രാജ പറഞ്ഞു ഗാന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്ത്യൻ പാർലമെൻറ്റിൽ 1.5 മണിക്കൂർ സമയമാണ് ഗാന്ധിയുടെ ഘാതകൻ
ഗോഡ്സെയെക്കുറിച്ച് പറഞ്ഞത് ക്ഷേത്രങ്ങളും പ്രതിമകളും സ്ഥാപിക്കുന്ന ഇന്ത്യയിലുടനീളം 1.5 മണിക്കൂർ സമയം അത് കെട്ടിയൊന്നു ചേർ. പക്ഷേ അവിടെയും പ്രതിഷേധമുയർത്തിയത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. പ്രതിഷേധിക്കുന്ന പ്രതീക്ഷിച്ച ആളുകൾ നിശബ്ദരായി നോക്കി നിൽക്കുകയായിരുന്നു. അതിന് മറ്റു ഭാഗമാണ് അടുത്ത കാലത്ത് ഗുജറാത്തിൻ്റെ മണ്ണിൽ കൊച്ചു കുട്ടികളെ കൊണ്ട് പ്രബന്ധവും പ്രസംഗവശവും നടത്തി സർക്കാർ. അതിലെ വിഷയം ഞാൻ എന്തുകൊണ്ട് ഗോഡ്സെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. നിസ്സാരമല്ല കാര്യം. വളർന്നു വരുന്ന പ്രിയപ്പെട്ട നമ്മുടെ മക്കളുടെ മനസ്സിൽ പോലും വർഗീയ വിഷം ആവർക്കരമായ നിലയിൽ കുത്തി നിറയ്ക്കാൻ ഞാൻ എന്തുകൊണ്ട് ഗോഡ്സെ വെറുക്കുന്നു എന്നല്ല വിഷയം, ഞാൻ എന്തുകൊണ്ട് ഗോഡ്സെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. നിരപരാധികളായ കുട്ടികളെ കൊണ്ടത് ആ പ്രസംഗത്തിൽ പങ്കെടുത്ത് ആ വിഷയം സംസാരിച്ച കുട്ടിക്കാണ് 1ാം സമ്മാനം. ഇതാണ് നിഗൂഢമായ നീക്കങ്ങൾ രാജ്യത്ത് നടക്കുന്നത്. നിസ്സാരപ്പെട്ട കാര്യമേ അല്ല. എന്തായാലും നടന്നിവിടെ ഗാന്ധിയുടെ വധം അന്ന് അതുപോലെ തന്നെ ആവർത്തി ഉത്തരേന്ത്യയിൽ ഹിന്ദു വർഗീയത അട്ടഹസിച്ചു, വെല്ലുവിളിച്ചു, മതപരിഹാരം തന്നെ ചെയ്തു. ഒരു പ്രതിഷേധം പോലും പ്രധാനമന്ത്രിയായി സംസാരിച്ചില്ല. പക്ഷേ ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി. ഗാന്ധിയുടെ വധം ഉൾപ്പെടെയുള്ള ആ ദിനത്തെ രക്തസാക്ഷ്യം എന്ന നാമധേയത്തിൽ ഒരു വർഷക്കാലം ആചരിച്ചു. അത് ഇന്ത്യയിൽ മറ്റൊരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുമല്ല ചെയ്തത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ഇന്ന് പ്രധാനമന്ത്രി ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രശില്പി എന്ന് പറയുന്ന ആ പ്രധാനമന്ത്രി കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും സഞ്ചരിച്ച് പടുത്തുയർത്തിയതാണ് പ്ലാനിംഗ് കമ്മീഷൻ പഞ്ചവത്സര പദ്ധതി. ഒരു ദിവസം വലിച്ചെറിഞ്ഞു. കോൺഗ്രസ് സുഹൃത്തുക്കൾക്ക് പ്രതിഷേധിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പക്ഷേ ഇന്ത്യയിൽ മുഖ്യമന്ത്രി ഉണ്ടായി, നട്ടലുള്ള മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. പറഞ്ഞു, ഇതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാൻ, ആത്മധൈര്യത്തോട് പറയാൻ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി. അതാണ് സഖാവ് പിണറായി വിജയൻ. ഇവിടെ എല്ലാവരും കോൺഗ്രസ് കോൺഗ്രസ്സേ അല്ല, ഇത് തെറ്റിദ്ധാരണയാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും നമ്മുടെ ഗാന്ധിയുമൊക്കെ പടുത്തുയർത്തിയ സ്വാതന്ത്ര്യ സമരകാലത്ത് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതില്ല. ഇപ്പോൾ കോൺഗ്രസ് ഐ എന്നാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നാമധേയം. പക്ഷേ എല്ലാവരും കോൺഗ്രസ് എന്ന് പറയും. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യങ്ങളും വികാരങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കാണുന്ന നിലയിൽ പ്രകാശ് കാരാട്ടും ഡി രാജയും പറഞ്ഞില്ലേ കോൺഗ്രസ് ഐയെക്കുറിച്ച്, അത്തരത്തിൽ അപച്യുതി അവർക്കുണ്ടാകുമായിരുന്നില്ല. ഇവിടെ ദേശീയ വികാരം കോൺഗ്രസ് ഐയിൽ നിന്ന് പോയാൽ ബി ജെ പി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഐ സഹോദര സംഘടന. കേരളത്തിൽ കണ്ടില്ലേ നമ്മുടെ സമരം? ആ സമരത്തിൽ എത്ര ഹൃദയപൂർവ്വമാണ് പങ്കെടുക്കുന്നത്. കരടുക്കാനും മാറ്റാനും ഒക്കെ സമരങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഹൃദയവികാരം ഒന്നാണ്, ഒരേ ചിന്താഗതിയാണ്. ആ നിലയിൽ സമന്വയിക്കപ്പെട്ട പാർട്ടികളായി ഹൈന്ദവ രാഷ്ട്രീയത്തിൻ്റെ ഭീകരരൂപമായ ബി ജെ പിയും കോൺഗ്രസ് ഐയും ഒരുപോലെ സഹകരിക്കുന്നു എന്ന് പറയുന്നത് മറ്റൊരു ഭീഷണിയാണ്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഒരു മഹായുദ്ധം നടത്തേണ്ടത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കഴിയൂ. ആ രാഷ്ട്രീയ സങ്കല്പങ്ങൾ ദർശനങ്ങൾ ഉള്ളതാണ് ഇടതുപക്ഷ പാർട്ടി. അതിന് കളമൊരുക്കുന്നതാണ് കേരളം. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, പൗരത്വ നിയമം ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചില്ലേ മുഖ്യമന്ത്രി. കർഷക നിയമം പാസ്സാക്കി, നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതൊന്നും എൻ്റെ സംസ്ഥാനം നടപ്പിലാക്കിയില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചു. അതും നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ കഴിയുമോ ബാക്കിയെല്ലാ കാര്യങ്ങൾ ചെയ്യാൻ? ഈ നിലയിൽ ചിന്തിക്കാൻ എന്നോട് സാധിക്കുന്നില്ല. ഇതാണ് ഇന്ത്യ രാജ്യം നേടുന്ന ഗുരുതരമായ ഭീഷണി. കോൺഗ്രസ്സെപ്പോലെ രാജ്യം ഭരിച്ചിരുന്ന കക്ഷി, ചില സംസ്ഥാനങ്ങൾ ഇപ്പോഴുണ്ട് എന്ന് അവകാശപ്പെടുന്ന കക്ഷി ഈ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഹൈന്ദവ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു പോർമുഖം തുറക്കാൻ കഴിയാതെ നിശബ്ദരായി കാഴ്ചക്കാരായി നിൽക്കുന്നു എന്ന് പറയുന്നത് എത്രയേറെ ഭയാനകമാണ്. ഇതാണ് നമ്മുടെ നാട് നേരിടുന്ന മറ്റൊരു ഏറ്റവും ഭീകരമായ വസ്തുത എന്നേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർക്കെല്ലാം പോകാൻ തിടുക്കമുള്ളത് മാത്രമല്ല, ഇവിടെ
കാര്യമാത്ര പ്രസക്തമായ പ്രശ്നങ്ങൾ കഴിഞ്ഞു. കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മതേതരത്വ പരിപാലനത്തിന് വേണ്ടി ഒരു പൂർവ്വമുഖം ആരംഭിക്കാൻ കഴിയുന്ന ഒരു കർമ്മഭൂമിയാണ് കേരളം. കാരണം ഇവിടെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേരുകളുള്ളത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വത്തിലുള്ള നിരവധി സമരമുഖങ്ങൾ നടത്തിയ സംസ്ഥാനമാണ് കേരളം, നവോത്ഥാന പ്രസ്ഥാനം ഉൾപ്പെടെ. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിനകത്ത് സൃഷ്ടിക്കപ്പെടുന്ന വിചാരം ദേശീയബോധമാണ് രാജ്യത്തിന് രക്ഷാകവചമായി മാറ്റാൻ കഴിയുക എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മാതൃകയിൽ പരിപാടികൾ, ലക്ഷ്യം, കർമ്മപദ്ധതികൾ എല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള പ്രതീക്ഷാനിർഭരമായ ഒരു മുന്നണി ദേശീയത്തിൽ ഉണ്ടാകണം. അതിൽ വരുന്നവരും പോകുന്നവരും വിശ്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നവരും ഒക്കെ ചേർന്നാൽ എന്തായിരിക്കുന്ന സ്ഥിതി? അങ്ങനെ ചേരുന്നവരെല്ലാം എപ്പോഴാണ് ഈ സംവിധാനത്തിൽ ഉപേക്ഷിച്ച് പോവുക? ആർക്കാണറിയുക? അത് രാഷ്ട്രീയ സ്ഥൈര്യത്തോടുകൂടി അധികാരവും സ്ഥാനങ്ങളും മോഹിക്കാതെ ലക്ഷ്യബോധത്തോടുകൂടി ഈ രാജ്യത്തെ രക്ഷിക്കണമെന്ന അഭിമാനോജ്വലമായ ദേശീയ വികാരത്തോട് പങ്കെടുക്കാൻ കഴിയുന്ന കക്ഷികൾ ഉണ്ടായിരിക്കണം. ആ കക്ഷികൾ ആരാണ്, എന്താണെന്നൊക്കെ ചിന്തിക്കാൻ, തീരുമാനിക്കാൻ പ്രാപ്തമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ. അവർ ചിന്തിക്കണം കാലോചിതമായി ആരെയാണ്, എങ്ങനെയാണ് പങ്കെടുപ്പിക്കേണ്ടത് എന്ന്. അവസാനം പങ്കാളികളുമായി പോകുമ്പോൾ അങ്ങോട്ട് പോകുന്നവരും ഇങ്ങോട്ട് പോകുന്നവരും ഒക്കെ ചേരുമ്പോൾ നമ്മുടെ സമരത്തിന് ദുർബലമായിരിക്കും. അതുകൊണ്ട് യുദ്ധഭൂമിയിൽ മറുകണ്ഠം ചാടാൻ ആഗ്രഹിക്കുന്ന അത്തരം കക്ഷികളില്ലാതെ സമർപ്പണബോധത്തോടുകൂടി ഈ രാജ്യത്തെ രക്ഷിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് ആത്മവീര്യത്തോടുകൂടി രംഗത്തിറങ്ങി മതേതരത്വം, ജനാധിപത്യം, സ്വാതന്ത്ര്യം, പരമാധികാരം സംരക്ഷിക്കാനുള്ള മഹത്തായ സമരത്തിൽ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വ സംവിധാനത്തിലൂടെ മാത്രമേ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ നീക്കങ്ങൾക്ക് തുടക്കം കുറിക്കാൻ തീർച്ചയായും CPIM-ൻ്റെ 23ാമത് പാർട്ടി കോൺഗ്രസ് നടത്തുന്ന കാലഘട്ടം ഏറ്റവും സുപ്രധാനമായൊരു കാലഘട്ടമാണ്. ഇന്ത്യയിലും കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി സമയവികാസങ്ങൾ ഞാൻ സമയം കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ആ ദൗത്യം നിർവഹിക്കുന്ന ഒരു മഹാസമ്മേളനം, ഒരു ചരിത്ര പ്രധാനമായ സമ്മേളനം കണ്ണൂരിൽ നടക്കുമ്പോൾ ഇവിടെ വെച്ച് തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ പ്രതികരണവും പ്രതിധ്വനികളും ആശയധികമാചാരമുണ്ടാകും. ആ തീരുമാനം ഡൽഹി ഭരണകൂടത്തെ സിംഹാസനത്തെ പോലും പ്രകമ്പനം ആയിരിക്കണമെന്ന് ഞാൻ വിനീതമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് മതേതരത്വം നേരിടുന്ന വെല്ലുവിളി അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയും സമാർജിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള അവസരം സൃഷ്ടിക്കാനുള്ള ഏറ്റവും പ്രതീക്ഷാനിർഭരമായ മുഹൂർത്തങ്ങളിൽ നമുക്കെല്ലാം ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ സംഘാടകന്മാരെ, സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്തുകൊണ്ട് എൻ്റെ ഹ്രസ്വമായ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. സെമിനാറിന് നന്ദി പ്രകാശിപ്പിക്കാൻ അഡ്വക്കേറ്റ് മനു തോമസിനെ ക്ഷണിക്കുന്നു.